വിവാഹവും ദാമ്പത്യ ജീവിതവുമൊക്കെ എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. എന്നാൽ 30-40 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതിരിക്കുന്ന ആളുകളെ വളരെ അപൂർവമായിട്ടെങ്കിലും നാം കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. അതേപോലെ വിവാഹം കഴിഞ്ഞ് യാതൊരു കാരണവുമില്ലാതെ സെപ്പറേറ്റഡ് ആവുന്ന ആളുകളെ കുറിച്ച്, സ്ത്രീകളെയും പുരുഷന്മാരെയും കുറിച്ച് നമ്മൾ കേൾക്കാറുമുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം എന്നല്ലേ പറയാറ്. അതേപോലെ ഇത്തരം പ്രശ്നങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഏസെക്ഷൽ അഥവാ ഏസ് എന്ന വിഷയത്തെ കുറിച്ചാണ്. വികാര വിചാരങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ എന്ന് പലരും ചോദിച്ചേക്കാം. പലർക്കും അതേക്കുറിച്ച് അത് കേൾക്കുമ്പോൾ അത്ഭുതവും അവിശ്വസനീയമായും തോന്നിയേക്കാം. എന്നാൽ ലൈംഗികപരമായ വികാരങ്ങളും വിചാരങ്ങളും ഇല്ലാത്ത ജീവിതങ്ങളും ഉണ്ട്. അവർ അവരുടെ ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നുണ്ട്. ഹ്യൂമൻ സെക്ഷൽ ഏരിയ അത് വളരെ വിശാലമായ ഒരു ഏരിയയാണ്. അതേക്കുറിച്ച് അധികം ആർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. LGBT അഥവാ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ ഇതിനെ കുറിച്ചൊക്കെ മിക്ക ആളുകൾക്കും അറിവുകളുണ്ടാകും. എന്നാൽ ഏസെക്ഷൽ എന്നതിനെ കുറിച്ച് പലർക്കും വലിയ ധാരണയൊന്നുമില്ല. ഹ്യൂമൻ സെക്ഷൽ ഏരിയ എന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ്. ഒരു വ്യക്തിയുടെ സെക്ഷൽ ബിഹേവിയർ, സെക്ഷൽ നേച്ചർ, സെക്ഷൽ ഇൻട്രസ്റ്റ് എന്നതിനെ കുറിച്ച് പല വിഭാഗങ്ങളായിട്ട് പല ക്ലാസിഫിക്കേഷൻസും ഉണ്ട്. ഓരോ വ്യക്തികളുടെയും സെക്ഷൽ നേച്ചർ എന്താണ്, സെക്ഷൽ ബിഹേവിയർ എന്താണ്, സെക്ഷൽ ഇൻട്രസ്റ്റ് എന്താണ് എന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. എന്നാൽ അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും പലർക്കും ഇല്ല. സെക്ഷൽ ഡ്രൈവ് ഉണ്ടായിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അത് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന ചിന്ത മാത്രമേ ഓരോരുത്തർക്കും ഉണ്ടാകുകയുള്ളൂ. എന്താണ് ഏസെക്ഷൽ എന്ന് നോക്കാം. ഏസെക്ഷലിനെ ചുരുക്കത്തിൽ ഏസ് എന്ന് വിളിക്കുന്നു. ലോക ജനതയിൽ 1% കൂടുതൽ ഏസെക്ഷൽ അഥവാ ഏസ് ഉണ്ടെന്നാണ് പഠന റിപ്പോർട്ടുകൾ. ഇപ്പോഴും അതിന്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് അഥവാ ഏസിന് ഒരു തരത്തിലുള്ള സെക്ഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസോ ഇൻട്രസ്റ്റോ ഉണ്ടായിരിക്കുകയില്ല. അവർക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സും ആക്ടിവിറ്റീസും ഉണ്ടായിരിക്കും. ഏസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ തന്നെ പല കാറ്റഗറികളും ഉണ്ട്. അതിൽ നമുക്ക് 5 കാറ്റഗറി ഏതാണെന്ന് നോക്കാം. ഒന്ന് റൊമാൻറ്റിക് ഏസ്, രണ്ടാമത്തേത് ഹെറ്ററോ റൊമാൻറ്റിക് ഏസ്, മൂന്നാമത്തേത് ഹോമോ റൊമാൻറ്റിക് ഏസ്, 4 ബൈ റൊമാൻറ്റിക് ഏസ്, 5 പാൻ റൊമാൻറ്റിക് ഏസ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് റൊമാൻറ്റിക് ഏസ്. റൊമാൻറ്റിക് കേസിലുള്ള ആളുകൾക്ക് ഒരാളോടും ഒരു വ്യക്തിയോടും, അതായത് ആണിനോടും പെണ്ണിനോടും റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സോ ആക്ടിവിറ്റീസോ സെക്ഷൽ ആയിട്ടുള്ള ഫീലിങ്സോ ആക്ടിവിറ്റീസോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഒരു വ്യക്തിയോടും അവർക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യവും അവർക്ക് കാണുകയില്ല. രണ്ടാമത്തേത് ഹെറ്ററോ റൊമാൻറ്റിക് കേസ് ആണ്. ഹെറ്ററോ റൊമാൻറ്റിക് കേസ് ആയിട്ടുള്ള ആളുകൾക്ക് എതിർലിംഗത്തിൽപ്പെട്ട ആളുകളോട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സും ആക്ടിവിറ്റീസും ഇവർക്കുണ്ടായിരിക്കും. എത്ര സമയം വേണമെങ്കിലും അവർ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുവാനും കണ്ണിൽ നോക്കിയിരിക്കുവാനും ഇവർക്ക് പറ്റും. റൊമാൻറ്റിക് ആയിട്ട് അവർക്ക് ഹഗ് ചെയ്യാനും ഒക്കെ അവർക്ക് പറ്റും. എന്നാൽ സെക്ഷൽ ആയിട്ടുള്ള അട്രാക്ഷനോ ഇൻട്രസ്റ്റോ ആക്ടിവിറ്റീസോ ഇവർക്കുണ്ടായിരിക്കില്ല. മൂന്നാമത്തേത് ബൈ റൊമാൻറ്റിക് ഏസ് ആണ്. ബൈ റൊമാൻറ്റിക് കേസ് ആയിട്ടുള്ള ആളുകൾക്ക് സ്വലിംഗത്തിൽപ്പെട്ടവരോടും എതിർലിംഗത്തിൽപ്പെട്ട ആളുകളോടും റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സും ആക്ടിവിറ്റീസും ഉണ്ടായിരിക്കും. അവർക്ക് ഇതുപോലെ ഒരുപാട് നേരം സംസാരിച്ചിരിക്കാനും റൊമാൻറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഹഗ് ചെയ്യാനും ഒക്കെ ഇവർക്ക് സാധിക്കും. എന്നാൽ സെക്ഷൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റും സെക്ഷൽ ആയിട്ടുള്ള അട്രാക്ഷനോ ആക്ടിവിറ്റീസിലോ ഏർപ്പെടാൻ ഇവർക്ക് പറ്റില്ല. നാലാമതായിട്ട് ഹോമോ റൊമാൻറ്റിക് കേസ്. സ്വലിംഗത്തിൽപ്പെട്ട ആളുകളോട് ഇവർക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള താല്പര്യവും ഫീലിങ്സും ഒക്കെ ഉണ്ടായിരിക്കും. ഇവരുമായിട്ട് കുറെ നേരം സംസാരിച്ചിരിക്കുവാനും ഹഗ് ചെയ്യാനും റൊമാൻറ്റിക് ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനും ഒക്കെ ഇവർക്ക് സാധിക്കും. എന്നാൽ സെക്ഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും സെക്ഷൽ ആയിട്ടുള്ള അട്രാക്ഷനോ ഇൻട്രസ്റ്റോ ഒന്നും ഇവർക്ക് ഉണ്ടാവുകയില്ല.
അഞ്ചാമത്തേതായി പാൻ റൊമാൻറ്റിക് കേസ് ആണ്. പാൻ റൊമാൻറ്റിക് കേസിലുള്ള ആളുകൾക്ക് എല്ലാ വ്യക്തികളോടും, അതായത് സ്ത്രീകളോടും പുരുഷന്മാരോടും ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെയുള്ളവരോട് എല്ലാവരോടും ഇവർക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് തോന്നാം. അതായത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള റൊമാൻറ്റിക് ഫീലിങ്സ് ഇവർക്ക് ഉണ്ടായിരിക്കും. എന്നാൽ സെക്ഷൽ ഫീലിങ്സോ സെക്ഷൽ അട്രാക്ഷനോ സെക്ഷൽ ആക്ടിവിറ്റീസിലോ ഏർപ്പെടാൻ ഇവർക്ക് കഴിയില്ല. കൗമാരപ്രായക്കാരായ കുട്ടികളിൽ സെക്ഷൽ ഡൗട്ട് ഉണ്ടാകാറുണ്ട്. ഹോമോ റൊമാൻറ്റിക് ആണോ, റൊമാൻറ്റിക് കേസ് ആണോ, ഹെട്രോ റൊമാൻറ്റിക് ആണോ, ബൈ റൊമാൻറ്റിക് ആണോ, സെക്ഷൽ ആണോ എന്നൊക്കെയുള്ള പല ഡൗട്ടും അവർക്ക് ആ പ്രായത്തിൽ ഉണ്ടാവാറുണ്ട്. അത് അവരുടെ വളർച്ചയുടെ ഘട്ടത്തിലുള്ള സംശയങ്ങളാണ്. അതേപോലെ തന്നെ OCD ഉള്ള ആളുകൾക്കും അത്തരം സംശയങ്ങൾ ഉണ്ടാകാം. എൻ്റെ ബിഹേവിയർ എന്താണ്, എൻ്റെ നേച്ചർ എന്താണ്, എൻ്റെ ഇൻട്രസ്റ്റ് എന്താണ് എന്ന് അവരെപ്പോഴും സംശയിച്ചു കൊണ്ടിരിക്കും. ഇത്തരം ആളുകളിൽ 25 വയസ്സ് കഴിയുമ്പോഴാണ് അവരുടെ സെക്ഷൽ ഇൻട്രസ്റ്റ് എന്താണ്, സെക്ഷൽ നേച്ചർ എന്താണ് എന്ന് ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. കൗമാരക്കാർക്കും അതേപോലെ തന്നെയാണ്. 25 വയസ്സിന് ശേഷം മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. കൗമാരപ്രായക്കാർ പൊതുവെ ബൈസെക്ഷൽ ആയിരിക്കും. അവർക്ക് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും റൊമാൻറ്റിക് ആയിട്ടും സെക്ഷൽ ആയിട്ടുള്ള ഫീലിങ്സും തോന്നാം. അതേപോലെ തന്നെ ഫോബിയ, ഫിയർ, ആങ്സൈറ്റി ഒക്കെയുള്ള ആളുകളിലാണെങ്കിൽ വിവാഹത്തിന് ശേഷം ലൈംഗികപരമായിട്ടുള്ള താല്പര്യങ്ങൾ കുറവായിരിക്കും. അതിന് ഉണ്ടാവുകയില്ല. പേടി കൊണ്ട് അവയ്ക്ക് കുറവായിരിക്കും. അത്തരത്തിലുള്ളതിനെ സെക്ഷലായിട്ട് കാണാൻ പറ്റില്ല. കാരണം ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന കുട്ടിക്കാലത്ത് അവർക്ക് നേരിട്ടിട്ടുള്ള പല കാര്യങ്ങളും സെക്ഷൽ ആയിട്ടുള്ള അബ്യൂസ് നേരിട്ടിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം. അത്തരം ആളുകൾക്ക് വലുതാവുമ്പോൾ ലൈംഗിക കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് ട്രിഗർ ചെയ്യാം. അത്തരത്തിലുള്ള ആളുകൾ സെക്ഷൽ ആണെന്ന് കണക്കാക്കാൻ പറ്റില്ല. അത് കൗൺസിലിംഗ് കൊണ്ടും ബിഹേവിയറൽ തെറാപ്പികൾ കൊണ്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ജോലി സംബന്ധമായ തിരക്കുള്ള ആളുകള്, മതപരമായ കാരണങ്ങൾ കൊണ്ട് സെക്സിനെ മാറ്റി നിർത്തുന്നവർ, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവർ, അത്തരത്തിലുള്ള ആളുകളെയൊന്നും എസെക്ഷൽ എന്ന് കണക്കാക്കാൻ പറ്റില്ല. എസെക്ഷൽ എന്നത് ബൈ ബർത്തിലെ, അതായത് ജന്മന ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അത് ട്രീറ്റ്മെന്റ് കൊണ്ട് മാറ്റാൻ കഴിയില്ല. സമൂഹം ഇതിനെ കഴിവില്ലായ്മയായിട്ടാണ് കാണുന്നത്. സെക്സ് എന്നത് മനുഷ്യ ജീവിതത്തിലെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ എങ്ങനെ എടുക്കുന്നു എന്നതാണ് പ്രധാനം. എൻ്റെ സെക്ഷൽ ബിഹേവിയർ എന്താണ്, എൻ്റെ സെക്ഷൽ ഇൻട്രസ്റ്റ് എന്താണ്, എൻ്റെ സെക്ഷൽ നേച്ചർ എന്താണ് എന്നൊക്കെ ഓരോരുത്തരും സ്വയം അറിഞ്ഞിരിക്കണം. സെക്സിനെ കുറിച്ചുള്ള പല സംശയങ്ങളും ഒതന്റിക് ആയിട്ടുള്ള പ്രൊഫഷണൽസുമായിട്ട് കൺസൾട്ട് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെയോ സെക്സോളജിസ്റ്റിന്റെയോ സഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും.